ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാൻ പറയാൻ വന്നിരിക്കുന്ന ടോപ്പിക്ക്, എനിക്ക് ഇൻസ്റ്റാഗ്രാമൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ട് പ്രൈവറ്റഡ് ആണ്, പിന്നെ ഒരു അക്കൗണ്ട് ജസ്റ്റ് ഇപ്പോൾ കുറച്ചായിട്ടുള്ള ഓപ്പൺ ആയിട്ട്. അപ്പോൾ അതിൽ ഞാൻ ഇൻവോൾവ് അല്ല. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പം മാക്സിമം എല്ലാവരും റീൽസും പിന്നെ ഫോട്ടോസും അങ്ങനെ അത്യാവശ്യം എല്ലാം അപ്ലോഡ് ചെയ്യുന്നു. അപ്പോൾ കൂടുതൽ ഈ ഫിലിംസിൻ്റെയും സോങ്സിൻ്റെയും അതിൻ്റെയൊക്കെ റീലാണ് കൂടുതൽ കാണുന്നത്. അപ്പോൾ ആക്ടിങ് ഉണ്ട്, സോങ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും ചെയ്യുന്ന കാരണം അതേമാതിരി ഒരു സംഭവത്തിൽ ഇൻവോൾവ് ആവാൻ ഞാൻ ശ്രമിച്ചില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ രീതിയിലാണല്ലോ മേക്ക് ഓവർ. പക്ഷേ പല ഡിഫറെൻ്റ് ആംഗിൾ, പല ഡിഫറെൻ്റ് ആറ്റിറ്റ്യൂഡ്, അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ എനിക്ക് പറയാവുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയുന്ന കുറച്ച്, അപ്പോൾ അതിന്ന് എൻ്റെ കൂടി ഡിഫറെൻ്റായിട്ട് നമുക്കായിട്ടൊരു സ്പെസിഫിക്കായിട്ടൊരു ഒരു ചാനൽ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയത്. പിന്നെ എല്ലാവരും കാണിക്കുന്ന പോലെ ഒരു എന്താ പറയുക, അതൊരു സാധാ റീൽസിൽ ഒതുങ്ങാണ്ട് വേറൊരു രീതിയിൽ എൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് വ്യക്തമായി പറയണം. പിന്നെ എന്നെ സംബന്ധിച്ചോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ ഒരു റീൽ ചെയ്യാതെ കുറച്ചും കൂടി നമ്മുടെ സ്പീക്കിംഗ് എന്താണ്, പറയുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വ്യക്തമായിട്ട് ഫ്രണ്ട്സിനും പിന്നെ എൻ്റെ വേറെ ടീമുകൾക്കും വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്യുക, അത്രയാണ്. പിന്നെ പ്രസൻറ്റേഷൻ പല ഡിഫറെൻ്റ് ലെവലുണ്ട്. അപ്പോൾ അതിൽ ലെവലാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് ഇപ്പോൾ എന്നെ അറിയുന്ന ഒരു ഫ്രണ്ടാണ് ഇപ്പോൾ ഈ സ്റ്റീവ് ജോസഫ്. അപ്പോൾ അവനെ എന്നെ അറിയാം. ആ സമയത്ത് ചെറുപ്പത്തിൽ പഠിക്കുമ്പോഴാണോ എന്താണെന്ന് അറിയില്ല, എക്സാമോ എപ്പോഴോ ഒരു ടൈമിൽ ഞാൻ അങ്ങനെ ഒരു ഫ്രണ്ടിനെ ഞാൻ കണ്ടിട്ടുണ്ട് എറണാകുളം, കൊച്ചിയിൽ. അപ്പോൾ ഞാൻ എക്സാം, നേവി അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് നമ്മൾ സ്വാഭാവിക ഏകദേശം കുറച്ച് കോഴ്സ് പോയിട്ടുണ്ടാവും. കാരണം ആ ഒരു ടൈമിങ്ങിൽ നേവിൻ്റെ SS-ൻ്റെ അത് ഇത് എക്സാമുകൾ കുറേ ഉണ്ടാകും. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എപ്പോഴും ഒന്ന് ഇടയിലൊക്കെ എറണാകുളം പോകാറുണ്ട്. അപ്പോൾ ആ പോകുന്ന ടൈമിലാണ് ഇങ്ങനെ ഒരു പയ്യനെ ഞാൻ കണ്ടത്. അപ്പോൾ ഇവന് വരെ തന്നെ തോന്നി. പക്ഷേ ഇപ്പോൾ ഉള്ളത് അവനാണോ എന്ന് എനിക്കറിയില്ല. ഒരു ഫ്രണ്ടിന് കണ്ടു കൊച്ചിയിൽ, എറണാകുളം ഇതിൽ വെച്ചിട്ടാണ് കോളേജ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് സംസാരിച്ചു, പിന്നെ നമ്പർ ചേഞ്ച് ചെയ്ത് ഇതായി. പിന്നെ അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു പയ്യൻ വന്ന് റീൽസൊക്കെ കാണിക്കുന്നു. പക്ഷെ അവൻ എന്നെ അറിയാം. ഇപ്പോഴാണ് എനിക്ക് ആ കാര്യങ്ങൾ ഇതായത്. അതേമാതിരി കുറേ ഡിജിറ്റൽ മീഡിയയിൽ എന്നെ അറിയുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. കാരണം അവർക്കറിയാലോ ഇവൻ ക്യാരക്ടർ ബോയാണ്. അപ്പോൾ അവന് ഇതാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ സോഷ്യൽ മീഡിയ ആയിട്ട് കൂടുതൽ ഇൻവോൾവ് ആയി ഇറങ്ങുക. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവായി നിന്നിട്ടില്ല. കാരണം ഇൻസ്റ്റാഗ്രാമിലൊന്നും അധികം വീഡിയോസും ഇതൊന്നും അപ്ലോഡും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യത്തേക്ക് ഇതായിട്ടില്ല. അത് കാരണമാണ് ഇപ്പോൾ യൂട്യൂബിൽ തന്നെ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ള ഒരു ചാനലിൽ എൻ്റെ അത്യാവശ്യം സുഹൃത്തുക്കൾ സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. പിന്നെ അതൊന്ന് വിട്ടിട്ട് കുറച്ചും കൂടി സബ്സ്ക്രൈബ് ലെവൽ കൂട്ടണം. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായി കൂടുകയാണെങ്കിൽ അങ്ങനെ കൂടട്ടെ എന്നുള്ളൊരു ലെവലാണ്, അത്ര തന്നെ. അപ്പോൾ ഇനി മുതൽ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്യണം, അത്ര തന്നെ. അല്ലാതെ വേറെ ഒരു ലെവല് റീൽസ് അങ്ങനത്തെ കാര്യമൊന്നുമില്ല. അതൊക്കെ നമ്മൾ കുറച്ച് ഒരു സ്റ്റാൻഡേർഡ് ലെവലിലേക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു നോർമൽ ലെവലിലുള്ള ഒരു ഫിലിമിൻ്റെ ഒരു ക്രിയേറ്റിങ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കായി ഞാൻ ക്യാരക്ടറാണല്ലോ. അപ്പം പിന്നെ അതെനിക്ക് റിയൽ ലൈഫിലൊന്ന് ജസ്റ്റ് മൂവ്മെൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് അങ്ങനെ ആയിപ്പോവും. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു അതിനോടുള്ളൊരു ഇത് ഇല്ല, നീഡ്സും ഇതൊന്നുമില്ല. പക്ഷെ എന്നാലും ചെയ്യണം. പിന്നെ എന്താ പറയുക, ഈ റീല് ഹൈലൈറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കുറച്ചും കൂടി റീച്ച് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന കുറേ സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ടോപ്പിക്കിൻ്റെ തീം ഒന്നാണ്. കാരണം അതിൽ അവരുടെ വീഡിയോ ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ട് അവർ കുറച്ച് റിസ്ക് എടുക്കും. പക്ഷെ അതേമാതിരി ഞാൻ എൻ്റെ വീഡിയോ ട്രെൻഡിങ് ആവാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ചെയ്യാനുള്ളൊരു ഇത് ഞാൻ ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് പ്രൈവറ്റഡ് ആണ്, പിന്നെ ഒന്ന് ഓപ്പൺ ആയിട്ടുള്ളൂ.
അതിൽ അത്യാവശ്യം എൻ്റെ ഫോട്ടോസും അത്യാവശ്യം അപ്ലോഡ് ചെയ്യണം. പിന്നെ സോഷ്യൽ മീഡിയ ആയിട്ട് കൂടുതൽ എന്താണ് ഇൻവോൾവ് ആയി ഇറങ്ങണം. അപ്പോൾ എൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് സുഹൃത്തുക്കളാണ്. അതുതന്നെ ഇപ്പോൾ സ്റ്റീവ് ജോസഫ്, അമ്മു, പിന്നെ ഇപ്പോൾ ഈ ഒരു ചെറിയൊരു കുട്ടിയും കൂടി വന്നിട്ടുണ്ട്, എന്താ അമൃതവർഷിണി, പിന്നെ പിന്നെ നെൽസൺ മാത്യു, ഇവരൊക്കെ ഫിലിം റേഞ്ചിലുള്ളൂ. പിന്നെ മീനാക്ഷി, പിന്നെ മമിത ബൈജു ഒക്കെ എന്നെ നേരത്തെ മുതൽ അറിയാം. അപ്പോൾ ഫിലിമിലേക്ക് വരുമ്പോൾ തന്നെ അറിയാമല്ലോ അവർ ഇങ്ങനെ ക്യാരക്ടർ ചെയ്യുന്ന ഇഷ്ടമാണ്. പക്ഷെ മമിത ബൈജു പിന്നെ അനശ്വര ആ സമയത്ത്, ഇപ്പോൾ ഈ ഇടയിൽ ഒരു 2 വർഷം മുമ്പ് വരെ എനിക്കറിയില്ല, കുറേ ടീമുകളെ ഇവർക്കൊക്കെ എന്നെ അറിയാം, എനിക്ക് ഇവരിനെ അറിയാം. പക്ഷെ എന്നാലും എനിക്ക് ഞാൻ ആ സമയത്ത് ഒരു സ്റ്റഡി ലെവൽ കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ ഒരു ജോബിൻ്റെ ഒരു ലെവലിലേക്ക് പോകുമ്പോഴൊക്കെ ഇവർ എന്നെ അറിയുന്നുണ്ടായിരുന്നു. പിന്നെ അത്ര തന്നെ. അപ്പോൾ ഇവരൊക്കെ പേഴ്സണലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് എന്നെ പേഴ്സണലി അറിയുന്നതും എന്നെ ഇഷ്ടമുള്ള പേഴ്സൺസുമാണ് ഈ കുറേ വ്യക്തികൾ, കൂട്ടുകാർ, സുഹൃത്തുക്കൾ. പിന്നെ അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു ഇപ്പോൾ മമിത ബൈജു, അനശ്വര, പിന്നെ ഇപ്പോൾ മീനാക്ഷി, പിന്നെ അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫിലിം ലെവലിൽ ഡെവലപ്പ് ആയി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ കൂടുതൽ ഡിജിറ്റൽ മീഡിയയിലേക്ക് ഇറങ്ങി പോകണം, എന്നാലേ എനിക്ക് കുറച്ചും കൂടി എൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് എത്താൻ പറ്റുള്ളൂ. അത്ര തന്നെ. അപ്പോൾ അത്ര തന്നെ പറയാനുള്ളൂ. പിന്നെ ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ഹായ്. പിന്നെന്താ പറയുക, സ്റ്റീവ് ജോസഫിൻ്റെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്, അടിപൊളിയാണ്. അത്ര തന്നെ. ഈ സ്റ്റീവ് ജോസഫിനെ കണ്ടത് തന്നെ ഞാൻ എറണാകുളമാണ്. പിന്നെ അവിടെ ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ എൻ്റേതായ ഒരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളൂ. കാരണം സോഷ്യൽ മീഡിയയിൽ ഓവറായിട്ട് ആക്റ്റീവ് അല്ല, ഇനി ആക്റ്റീവ് ആവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അതെന്തായാലും നമ്മൾ അച്ചീവായി എടുത്ത് പോകും. കാരണം അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്ത് നല്ലതായിട്ടുള്ള വീഡിയോസും നല്ല കണ്ടൻസും എഫേർട്ട് എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായാലും വിജയിക്കുന്നത് എനിക്കറിയാം. അത്രയാണ്. അപ്പോൾ എല്ലാ ഡിജിറ്റൽ മീഡിയയിലും പിന്നെ എൻ്റെ ഫിലിം ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഈ മമിത ബൈജു, അനശ്വരയൊക്കെ പാവം. മമിത ബൈജുവിനെ പേഴ്സണലി എന്നെ കൂടുതൽ ഞാൻ 1-2 ഫിലിംസ് ഞങ്ങളുടെ ഏരിയയിലും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നപ്പോൾ കൂടി ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കണ്ടപ്പോഴാണ് അവൾ എന്നെ കൂടുതൽ നമ്മളെ കാണാൻ വേണ്ടി കുറച്ച് ഹായ് കാണിക്കലും ഇതൊക്കെ ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് വ്യക്തമായി അറിയില്ലായിരുന്നു. അതേമാതിരി സ്റ്റീവ് ജോസഫ്, പിന്നെ കുറേ ടീമുകൾ ഇങ്ങനെ ഫിലിമത്തെ ടീമുകളൊക്കെ അങ്ങനെ ഇതായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം കണ്ടു, പിന്നെ അത് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി. അത്രയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഹായ് കാണിക്കുന്നത്. അത്രയാണ്. ഇനിയുള്ള വീഡിയോസിൽ കൂടുതലായിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള ലെവൽ ഓഫ് ലുക്കിൽ ഞാൻ വരും. അത്രയാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമുക്ക് നമ്മുടേതായ ഒരു ടൈം ഇൻവോൾവ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം നമുക്ക് ബ്യൂട്ടിഫുള്ളും ആവാം. അതേമാതിരി എഫേർട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും വലിയൊരു ഡെവലപ്മെൻറ്റിലേക്ക് എത്തുകയും ചെയ്യാം. അത്ര തന്നെ. ഇപ്പോൾ സ്വന്തമായിട്ടുള്ള യൂട്യൂബ് ചാനലിലൂടെ വരുന്നതെന്നുള്ളൂ. അത്രയാണ് പറയാനുള്ളൂ. അപ്പോൾ എല്ലാ ഡിജിറ്റൽ മീഡിയ ഫ്രണ്ട്സിനും എൻ്റെ ഒരു ഹായ്. അത്രയാണ്. ഓക്കെ.